പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 അക്കൗണ്ടൻസിയിലെ 4ാമത്തെ ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോം, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഈ പുതിയ പാഠത്തിൻ്റെ 1ാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതിലൂടെ ഒരു സ്ഥാപനത്തിൻ്റെ പുനഃസംഘടന ഉണ്ടാകുന്നതിനെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതിലൂടെ സ്ഥാപനത്തിൻ്റെ പുനഃസംഘടന നടക്കുന്നത് പോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു പാർട്ട്ണർ വിരമിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരണപ്പെടുന്നതിലൂടെയും സ്ഥാപനത്തിൻ്റെ പുനഃസംഘടന നടക്കുന്നുണ്ട്. ഒരു പാർട്ട്ണറുടെ ഡെത്ത് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിലൂടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനത്തിൻ്റെ പുനഃസംഘടന നടക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുമാണ് ഈ പാഠത്തിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. We all know the retirement and also similarly the death of a partner also leads to reconstitution of a firm. സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ പ്രായാധിക്യം മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ മൂലമോ അല്ലെങ്കിൽ ബിസിനസ്സിൽ തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ സ്ഥാപനത്തിൽ നിന്നും സ്വന്തം ഇഷ്ടപ്രകാരം വിരമിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പാർട്ട്ണർ സ്വന്തം ഇഷ്ടപ്രകാരം സ്ഥാപനത്തിൽ നിന്നും വിരമിക്കുന്നു. അത് ചിലപ്പോൾ അയാളുടെ ഇൽ ഹെൽത്ത് അല്ലെങ്കിൽ അനാരോഗ്യം മൂലമാവാം, അല്ലെങ്കിൽ പ്രായാധിക്യം മൂലമാവാം, അതുമല്ലെങ്കിൽ ബിസിനസ്സിൽ തൻ്റെ താല്പര്യം, ആ ബിസിനസ് ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം. എന്ത് കാരണങ്ങൾ കൊണ്ടും ഒരു പാർട്ട്ണർക്ക് തൻ്റെ ബിസിനസ്സിൽ നിന്നും വിരമിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ വിരമിക്കുന്ന പാർട്ട്ണറെയാണ് നമ്മൾ റിട്ടയറിംഗ് പാർട്ട്ണർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു പാർട്ട്ണർ സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ചാലും ഒന്നിലധികം പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ തുടരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പുതിയൊരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബിസിനസ് തുടരാവുന്നതാണ്. അതുപോലെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരണപ്പെടുകയാണെങ്കിലും തുടർന്ന് ഒന്നിലധികം പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ തുടരുന്നുണ്ടെങ്കിൽ അല്ല, അവിടെ സർവൈവിങ് പാർട്ട്നേഴ്സിന് വേണമെങ്കിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അവിടെ മരണപ്പെടുന്ന പങ്കാളി അഥവാ ഡിസീസ്ഡ് പാർട്ട്ണർ, ആ ഡിസീസ്ഡ് പാർട്ട്നേഴ്സിൻ്റെ അനന്തര അവകാശികൾക്ക്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് അർഹമായ തുക നൽകിക്കൊടുത്തതിന് ശേഷം പുതിയൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയും ബിസിനസ് തുടരാവുന്നതാണ്. സോ ഹിയർ ദ റിട്ടയർമെൻറ്റ്, സിമിലർലി ദ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ മേ ഓൾസോ ലീഡ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം. അപ്പോൾ ഇത്തരത്തിലൊരു പാർട്ട്ണർ സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരണപ്പെടുകയാണെങ്കിൽ അവിടെ ഒരു പുതിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള പങ്കാളികൾക്ക് ബിസിനസ് തുടരാവുന്നതാണ്. സോ റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ഓൾസോ ലീഡ്സ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോം. അവിടെ സ്ഥാപനത്തിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ, റിട്ടയറിംഗ് പാർട്ട്ണർ, ഓർ ഹി മേ ഓൾസോ ബി നോൺ ആസ് ദ ഔട്ട് ഗോയിങ് പാർട്ട്ണർ, സ്ഥാപനത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പങ്കാളി, അല്ലെങ്കിൽ അവിടെ മരണപ്പെടുന്ന പങ്കാളിയാണെങ്കിൽ അയാളെ ഡിസീസ്ഡ് പാർട്ട്ണർ, ദ പാർട്ട്ണർ ഹു ഡൈഡ്, ദ ഡിസീസ്ഡ് പാർട്ട്ണർ എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ അവിടെ സർവൈവിങ് പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ റിമൈനിങ് പാർട്ട്നേഴ്സിന് അവിടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം ബേസ്ഡ് ഓൺ എ ന്യൂ എഗ്രിമെൻറ്റ്. അവിടെ പുതിയ എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൻ്റെ ബിസിനസ് തുടരുകയും അവിടെ റിട്ടയർ ചെയ്യുന്ന അല്ലെങ്കിൽ മരണപ്പെടുന്ന പങ്കാളിക്ക് സ്ഥാപനത്തിൽ നിന്ന് അർഹതപ്പെട്ട തുക നൽകുകയും വേണം. അപ്പോൾ ഒരു റിട്ടയറിംഗ് പാർട്ട്ണറുടെ അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ അയാൾക്ക് നൽകേണ്ടതായിട്ടുള്ള തുക എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്?
അസർട്ടൈനിങ് ദ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. നമ്മൾ കാണുകയുണ്ടായി, ഒരു റിട്ടയറിംഗ് പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണർക്ക് തനിക്ക് അവകാശപ്പെട്ട തുക സ്ഥാപനത്തിൽ നിന്നും ലഭിക്കാനുള്ള അർഹതയുണ്ട്. എന്തൊക്കെ തുകയാണ് സ്ഥാപനത്തിൽ നിന്നും അയാൾക്ക് ലഭിക്കാനുള്ളത്? We know the sum due to the retiring partner, as in the case of retirement, and to the legal representatives in case of a death includes, firstly, credit balance of his capital account. അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ക്രെഡിറ്റ് ബാലൻസ് ആണ് ഒന്നാമതായിട്ട് അയാൾക്ക് അർഹതപ്പെട്ട തുക. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആൻഡ് സെക്കൻഡ്ലി, ക്രെഡിറ്റ് ബാലൻസ് ഇൻ ഹിസ് കറണ്ട് അക്കൗണ്ട് ഇഫ് എനി. അയാൾക്കൊരു കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ കറണ്ട് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസും നൽകേണ്ടതുണ്ട്. തേർഡിലി, ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. സ്ഥാപനത്തിൻ്റെ സൽപ്പേര് കാൽക്കുലേറ്റ് ചെയ്യുകയും അതിൽ അയാൾക്ക് അർഹതപ്പെട്ട തുക നൽകേണ്ടതുണ്ട്. നാലാമതായി, ഹിസ് ഷെയർ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ റിസർവ്സ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവിൻ്റെ ഷെയർ നൽകേണ്ടതുണ്ട്. അഞ്ചാമതായി, ഹിസ് ഷെയർ ഇൻ ദ പ്രോഫിറ്റ്സ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സ്, ലയബിലിറ്റീസ് ഇവ പുനർമൂല്യനിർണ്ണയം നടത്തി അതിലുള്ള ലാഭത്തിൻ്റെ ഷെയർ നൽകേണ്ടതുണ്ട്. ആൻഡ് സിക്സ്തിലെ, ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. അപ്പോൾ ഒരു അക്കൗണ്ടിംഗ് ഇയറിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് അവിടെ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ മരണമെങ്കിൽ അതുവരെയുള്ള ലാഭം ലാസ്റ്റ് അക്കൗണ്ടിംഗ് ഇയറിൽ സെറ്റിൽമെൻറ്റ് നടത്തിയതിന് ശേഷം അയാൾ മരണപ്പെടുന്ന ഡേറ്റ് വരെ അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള കാലയളവിലെ പ്രോഫിറ്റിൻ്റെ വിഹിതം നൽകേണ്ടതുണ്ട്. ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. ആൻഡ് സെവൻതിലി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇഫ് എനി അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകേണ്ടതുണ്ടെങ്കിൽ അതിലുള്ള ബാലൻസ് തുക റിട്ടയറിംഗ് പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ അനന്തരാവകാശികൾക്ക് നൽകേണ്ടതുണ്ട്. എട്ടാമതായി, സാലറി ഓർ കമ്മീഷൻ ഇഫ് എനി ഡ്യൂ ടു ഹിം അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് വരെയുള്ള സാലറി, ഡ്യൂ ആയിട്ടുള്ള സാലറി അല്ലെങ്കിൽ കമ്മീഷൻ നൽകേണ്ടതുണ്ട്. എന്നാൽ ഈ തുക നൽകുമ്പോൾ ഏതാനും തുകകൾ അയാളിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് അത്തരം റിട്ടയറിംഗ് പാർട്ട്ണർക്ക് നൽകേണ്ട തുകയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ടത്? ഡിഡക്ഷൻസ് ടു ബി മെയ്ഡ് ഫ്രം ക്യാപിറ്റൽ ഓഫ് എ റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. ഒന്നാമതായി, ഡെബിറ്റ് ബാലൻസ് ഓഫ് ഹിസ് കറണ്ട് അക്കൗണ്ട്. അവിടെ കറണ്ട് അക്കൗണ്ടിൽ എന്തെങ്കിലും ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ, കറണ്ട് അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് ഒരു പാർട്ട്ണർ ഫേമിലേക്ക് നൽകേണ്ട തുകയാണ്. അത്തരത്തിൽ കറണ്ട് അക്കൗണ്ടിൽ എന്തെങ്കിലും ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ ആ തുക ഡിഡക്റ്റ് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായി, ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ടു ബി റിട്ടൺ ഓഫ്. എക്സസ് ഗുഡ് വില്ലുള്ള കേസുകളിൽ അല്ലെങ്കിൽ ഓൾറെഡി ഗുഡ് വിൽ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുക്കിൽ ഗുഡ് വില്ലിൻ്റെ തുകയുണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യുന്നതിൻ്റെ നഷ്ടം ഒരു റിട്ടയറിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ആ ഡിസീസ്ഡ് പാർട്ട്ണർ വഹിക്കേണ്ടതുണ്ട്. സോ ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ റിട്ടൺ ഓഫ്. ആൻഡ് തേർഡിൽ, ഹിസ് ഷെയർ ഓഫ് അക്യുമുലേറ്റഡ് ലോസസ്. അക്യുമുലേറ്റഡ് ലോസസ് ഉണ്ടെങ്കിൽ, സഞ്ചിത നഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ഷെയർ ഡിഡക്റ്റ് ചെയ്യേണ്ടതുണ്ട്. Then again, his share of loss on revaluation of assets and liabilities. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ റീവാലുവേഷനിൽ നഷ്ടമുണ്ടെങ്കിൽ അതും അയാളുടെ ഷെയറിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് അഗെയിൻ, ഹിസ് ഷെയർ ഓഫ് ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് വരെ നഷ്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലോസിൻ്റെ ഷെയർ കൂടെ അയാളുടെ അക്കൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് അഗെയിൻ, ഹിസ് ഡ്രോവിങ്സ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് വരെയുള്ള ഡ്രോവിങ്സ് ഉണ്ടെങ്കിൽ, കണക്കിലെടുക്കാത്ത ഡ്രോവിങ്സ് ഉണ്ടെങ്കിൽ അവ കണക്കിലെടുക്കേണ്ടതുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഇഫ് എനി അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. ഇത്തരത്തിൽ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ആ ഡിസീസ്ഡ് പാർട്ട്ണറുടെ അനന്തര അവകാശികൾക്ക് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് നൽകേണ്ട തുക കാൽക്കുലേറ്റ് ചെയ്യുകയും
ആ നെറ്റ് എമൗണ്ട് അയാൾക്ക് പേ ചെയ്യേണ്ടതുണ്ട്. ഈ പാഠത്തിൽ നമ്മൾ ആദ്യമായിട്ട് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണറെ കുറിച്ചാണ്. ഒരു പാർട്ട്ണറുടെ വിരമിക്കലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുത്തേണ്ടത്. ഒരു പാർട്ട്ണർ സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ ആ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തുകകൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ ഈ തുക നൽകുന്നതിന് മുന്നോടിയായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പല ക്രമീകരണം ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്? പ്രധാനപ്പെട്ട 8 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓൺ റിട്ടയർമെൻറ്റ്. ഫസ്റ്റ്ലി, അസർട്ടൈൻമെൻറ്റ് ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ദ ഗെയിനിങ് റേഷ്യോ. പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യലും ഗെയിനിങ് റേഷ്യോ നിർണ്ണയിക്കലുമാണ്. ദെൻ രണ്ടാമതായി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് രണ്ടാമതായി. ആൻഡ് അഗെയിൻ റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ പുനർമൂല്യനിർണ്ണയം നടത്തേണ്ടതുണ്ട്. അഗെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് അൺറെക്കോർഡഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഏതെങ്കിലും അൺറെക്കോർഡഡ് അസറ്റ്സ് അല്ലെങ്കിൽ അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അവയെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അഗെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. ആൻഡ് സിക്സ്ത്ലി, അസർട്ടൈൻമെൻറ്റ് ഓഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് വരെയുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിൻ്റെ ഷെയർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അഗെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇഫ് റിക്വയർഡ്. ആൻഡ് ലാസ്റ്റ്ലി സെറ്റിൽമെൻറ്റ് ഓഫ് എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ. റിട്ടയറിംഗ് പാർട്ട്ണർ കൊടുക്കാനുള്ള തുക കൊടുത്ത് സെറ്റിൽ ചെയ്യുക. These all are the accounting adjustments to be made at the time of retirement of a partner. ഇതിൽ ആദ്യത്തെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അബൌട്ട് ദ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. We all know the new profit sharing ratio is the ratio in which the remaining partner will share future profits after the retirement of any partner. ഏതെങ്കിലും ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ആളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കുകയും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരികയും ചെയ്യുന്നു. പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നിശ്ചയിക്കേണ്ടതുണ്ട്. ദ ന്യൂ ഷെയർ ഓഫ് ഈച്ച് ഓഫ് ദ റിമൈനിങ് പാർട്ട്ണർ വിൽ കൺസിസ്റ്റ് ഓഫ് ഹിസ് ഓൺ ഷെയർ ഇൻ ദ ഫേം പ്ലസ് ദ ഷെയർ അക്യൂർഡ് ഫ്രം ദ റിട്ടയറിംഗ് പാർട്ട്ണർ. അവിടെ പുതിയൊരു പാർട്ട്ണർ ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സിൻ്റെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് അവരുടെ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോടൊപ്പം തന്നെ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ നിന്നും അവർ അക്യൂർ ചെയ്യുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്യുന്നതാണ്. അവിടെ ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ്, അവിടെ റിമൈനിങ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സിൽ തുടരുന്ന പങ്കാളികൾ പഴയ പങ്കാളികൾ അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൂടെ അക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റിനോടൊപ്പം തന്നെ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ പ്രോഫിറ്റിൻ്റെ ഷെയർ എത്രമാത്രം അവർക്ക് ലഭിക്കുന്നോ അതുകൂടെ ഉൾപ്പെടുത്തിയാണ് പുതിയ ഷെയർ കണ്ടുപിടിക്കുന്നത്. സോ ന്യൂ റേഷ്യോ സമം ഓൾഡ് റേഷ്യോ പ്ലസ് ഗെയിൻ ഓഫ് പാർട്ട്ണർ. പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് അവിടെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഴയ റേഷ്യോയോട് കൂടി അയാൾക്ക് ലഭിക്കുന്ന ഗെയിനും കൂടെ ആഡ് ചെയ്യുന്നതാണ്. സോ ന്യൂ റേഷ്യോ സമം ഓൾഡ് റേഷ്യോ പ്ലസ് ഗെയിൻ ഓഫ് പാർട്ട്ണർ. ഇവിടെ ഗെയിൻ എന്ന് പറയുന്നത് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ എത്രമാത്രമാണോ ആ പാർട്ട്ണർക്ക് ലഭിക്കുന്നത് അതാണ് അയാളുടെ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയോടൊപ്പം തന്നെ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ എത്രമാത്രമാണോ ഇയാൾക്ക് ലഭിക്കുന്നത്, ഒരു പാർട്ട്ണർക്ക് ലഭിക്കുന്നത്, കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്ണർക്ക് ലഭിക്കുന്നത്, അതുകൂടി ആഡ് ചെയ്തിട്ടാണ് അവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിമിലർലി we should also ascertain the gaining ratio at the time of retirement of a partner. Here gaining ratio means the ratio in which the continuing partners have acquired the share from the retiring partner. So here
the gaining ratio means the ratio at which the continuing partners have acquired the share from the retiring partner. ആ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഏത് അനുപാതത്തിലാണോ വീതിച്ചെടുക്കുന്നത് ആ അനുപാതമാണ് ഗെയിനിങ് റേഷ്യോ, നേട്ട അനുപാതം എന്ന് പറയുന്നത്. നോർമലി the gaining ratio of the remaining partners will be the same as their old profit sharing ratio. സാധാരണ നമുക്കറിയാം അവിടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും. നോർമൽ കേസിൽ മറ്റ് എഗ്രിമെൻറ്റ്സ് ഒന്നുമില്ല എങ്കിൽ അവിടെ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അവിടെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോയിലായിരിക്കും അക്യൂർ ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റൊന്നും പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നില്ല എങ്കിൽ അവിടെ ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും അവിടെ ഗെയിനിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. സോ ഹിയർ ദർ ഈസ് നോ നീഡ് ടു കാൽക്കുലേറ്റ് ദ ഗെയിനിങ് റേഷ്യോ ഇൻ സച്ച് കേസസ്. സോ ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ കാണുകയുണ്ടായി, അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. കാരണം ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ സാക്രിഫൈസിലൂടെയാണ് ന്യൂ പാർട്ട്ണർ തൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അക്വയർ ചെയ്യുന്നത്. എന്നാൽ പുതിയ ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ റിട്ടയർമെൻ്റ് സമയത്ത് അവിടെ ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സിന് ഗെയിനാണ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൂടെ ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിലൂടെ അവർക്ക് ഗെയിനാണ് ലഭിക്കുന്നത്. അപ്പോൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അവിടെ ന്യൂ റേഷ്യോ ആയിരിക്കും, കാരണം റിട്ടയർ ചെയ്യുന്ന ആളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൂടെ ലഭിക്കുമ്പോൾ അവിടെ ന്യൂ റേഷ്യോ ആയിരിക്കും അധികം ഉണ്ടാവുക. ആ ന്യൂ റേഷ്യോയിൽ നിന്നുമാണ് അവിടെ ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്യേണ്ടത്. ദെൻ വി ഗെറ്റ് ദ ഗെയിനിങ് റേഷ്യോ. സോ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സാക്രിഫൈസിങ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ? സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? സോ ഫസ്റ്റ്ലി സാക്രിഫൈസിങ് റേഷ്യോ is the ratio in which old partners sacrifice their share of profits in favor of the new or incoming partner. പുതിയ പാർട്ട്ണർക്ക് വേണ്ടി പഴയ പാർട്ട്നേഴ്സ് വിട്ടു നൽകുന്ന ഏത് അനുപാതത്തിലാണോ, പ്രോഫിറ്റ് വിട്ടു നൽകുന്ന ഏത് അനുപാതത്തിലാണോ ആ അനുപാതമായിരുന്നു സാക്രിഫൈസിങ് റേഷ്യോ. എന്നാൽ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ദ റേഷ്യോ ഇൻ വിച്ച് റിമൈനിങ് പാർട്ട്നേഴ്സ് അക്യൂർ ദ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ഷെയർ. ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ റിട്ടയറിംഗ് പാർട്ട്ണറുടെ അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ബിസിനസ്സിൽ തുടരുന്ന പങ്കാളികൾ ഏത് അനുപാതത്തിലാണോ വീതിച്ചെടുക്കുന്നത് അതിനാണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ്ലി സാക്രിഫൈസിങ് റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബട്ട് വി നോ ഗെയിനിങ് റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറുടെ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്തിൻ്റെ സമയത്താണ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഫോർമുല നോക്കുക. സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. കാരണം അവിടെ സാക്രിഫൈസ് ആണ് പുതിയ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്, ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസ് ഉണ്ടാകുന്നു. അതുകൊണ്ട് അവിടെ ഓൾഡ് റേഷ്യോ ആയിരിക്കും കൂടുതൽ. ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ മൈനസ് ചെയ്യുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് ഗെയിനിങ് റേഷ്യോ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഫോർമുല ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. നേരെ ഓപ്പോസിറ്റാണ്. ന്യൂ റേഷ്യോയിൽ നിന്നാണ് ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ്ലി സാക്രിഫൈസിങ് റേഷ്യോ റെഡ്യൂസസ് ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. അവിടെ സാക്രിഫൈസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ത്യാഗ അനുപാതം എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്ന അവിടെ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ വി നോ ഗെയിനിങ് റേഷ്യോ ഇറ്റ് ഇൻക്രീസസ് ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദ റിമൈനിങ് പാർട്ട്നേഴ്സ്. കാരണം റിട്ടയർ ചെയ്യുന്ന ആളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൂടെ ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സിന് ലഭിക്കുന്നത് കൊണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. So these all are the differences between sacrificing ratio and gaining ratio.
Then next about the calculation of gaining ratio and also the new profit sharing ratio at the time of retirement of a partner. ഏതാനും ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് കാണാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഹിയർ മായ, നേഹ ആൻഡ് ടീന ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3:2. Calculate the new profit sharing ratio and gaining ratio if Maya retires from the business, or in the second case Neha retires from the business, and the third case Tina retires from the business. അപ്പോൾ 3 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ റിട്ടയർമെൻറ്റ് സമയത്തുള്ള ഗെയിനിനെ കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ട് വി ഷുഡ് അസ്യൂം ദാറ്റ് അവിടെ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടിന്യൂ പാർട്ട്നേഴ്സ് സെക്യൂർ ചെയ്യുന്നത് അവർ തമ്മിലുള്ള ഓൾഡ് റേഷ്യോയിലാണ്. അതുകൊണ്ട് അവിടെ റിട്ടയർ ചെയ്യുന്ന ആളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ റിമൈനിങ് റേഷ്യോ വിൽ ബി ദ ന്യൂ റേഷ്യോ ആൻഡ് ഓൾസോ ദ ഗെയിനിങ് റേഷ്യോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഒഴിവാക്കിയാൽ മതി. കാരണം ഇവിടെ ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എങ്ങനെ അക്യൂർ ചെയ്യുന്നു എന്ന് പ്രത്യേകം പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ റിമൈനിങ് ഷെയർ ആയിരിക്കും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും. ഫസ്റ്റ് കേസിൽ മായ റിട്ടയർ ചെയ്യുന്നു. അവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് അവിടെ മായ റിട്ടയർ ചെയ്യുന്നതുകൊണ്ട് നേഹയും ടീനയും തമ്മിലുള്ള ഷെയർ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ 5:3:2 എന്നുള്ളതിൽ 5 ഒഴിവാക്കി കഴിയുമ്പോൾ 3:2 ആയിരിക്കും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അവിടെ ഗെയിനിങ് റേഷ്യോയും അത് തന്നെ ആയിരിക്കും, 3:2 തന്നെ ആയിരിക്കും. ദെൻ സെക്കൻഡ് കേസിൽ നേഹ റിട്ടയർ ചെയ്യുമ്പോഴാണ് അവിടെ മായയും ടീനയുമാണ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 5:2 ആണ്. സോ ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിൽ ബി 5:2 ആൻഡ് ദ സെയിം വിൽ ബി ദ ഗെയിനിങ് റേഷ്യോ. ആൻഡ് ദ തേർഡ് കേസ്, ടീനയാണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നത് മായയും നേഹയുമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള അനുപാതം 5:3 ആയതുകൊണ്ട് അവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും 5:3 ആയിരിക്കും ആൻഡ് ഓൾസോ ദ ഗെയിനിങ് റേഷ്യോ വിൽ ബി 5:3. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ, അതായത് പ്രത്യേകമായിട്ട് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടിന്യൂ പാർട്ട്നേഴ്സ് എങ്ങനെ അക്യൂർ ചെയ്യുന്നുവെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോയെ പറ്റി പ്രത്യേകമായിട്ട് പ്രതിപാദ്യമില്ല എങ്കിൽ അവിടെ റിമൈനിങ് റേഷ്യോ ആയിരിക്കും എന്ത്, ന്യൂ റേഷ്യോയും അവിടെ ഗെയിനിങ് റേഷ്യോയും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് കാൽക്കുലേഷൻ നടത്താൻ സാധിക്കും. അവിടെ പ്രത്യേകമായിട്ട് കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെയില്ല. റിട്ടയർ ചെയ്യുന്ന ആളെ ഒഴിവാക്കി ആ റിമൈനിങ് ഷെയർ ആയിരിക്കും എന്ത്, അവിടെ ന്യൂ ഷെയർ ഓഫ് പ്രോഫിറ്റും അതോടൊപ്പം തന്നെ ഗെയിനിങ് റേഷ്യോയും. എന്നാൽ എല്ലാ കേസിലും അങ്ങനെ ആവണമെന്നില്ല. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹിയർ എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. അവിടെ ഓൾഡ് റേഷ്യോ 3:2:1 ആണ്. എ റിട്ടയേഴ്സ് ആൻഡ് ഹിസ് ഷെയർ ഈസ് ടേക്കൺ അപ്പ് ബൈ ബി ആൻഡ് സി ഇൻ ദ റേഷ്യോ ഓഫ് 3:2. അവിടെ പ്രത്യേകമായിട്ട് ഗെയിനിങ് റേഷ്യോ 3:2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗെയിനിങ് റേഷ്യോ കൃത്യമായിട്ട് 3:2 എന്ന് പറയുന്നത് കൊണ്ട് അവിടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അവിടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആണ്. എ ആണ് റിട്ടയർ ചെയ്യുന്നത്. ആ എക്ക് ലഭിച്ചിരുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതായത് 3/6 ആണ് എക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അത് തുടർന്ന് 3:2 അനുപാതത്തിൽ ബിയും സിയും അവിടെ എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് വിധിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആദ്യം തന്നെ രണ്ടാളുടെയും ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്ന ബിയുടെയും സിയുടെയും ഗെയിൻ കണ്ടുപിടിക്കുകയും അത് അവരുടെ ഓൾഡ് റേഷ്യോയോടുകൂടി ആഡ് ചെയ്തിട്ട് ന്യൂ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയും ചെയ്യണം. സോ എങ്ങനെ കാൽക്കുലേഷൻ നടത്താമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ബിയുടെ ഗെയിൻ, എക്ക് നേരത്തെ ലഭിച്ചിരുന്നത് 3/6 ആണ്. 3/6ൻ്റെ 3/5 ഭാഗം ആണ് ബിക്ക് അവകാശപ്പെട്ടത്. സോ 3/6 × 3/5 9/30 ആണ് ബിയുടെ ഗെയിൻ.
അതുപോലെ സിയുടെ ഗെയിൻ കണ്ടുപിടിക്കാം. സിയുടെ ഗെയിൻ എന്ന് പറയുന്നത് 3/6ൻ്റെ 2/5 ഭാഗമാണ്. കാരണം ഗെയിനിങ് റേഷ്യോ 3:2 അപ്പോൾ 2/5 ഭാഗമാണ് സിക്ക് ലഭിക്കുന്നത്. അപ്പോൾ 6/30 സിയുടെ ഗെയിൻ എന്ന് പറയുന്നത്. ഇനിയും ഓരോരുത്തരുടെയും ന്യൂ ഷെയർ കണ്ടുപിടിക്കാം നമുക്ക്. ബിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എക്ക് നേരത്തെ ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 2/6 ആയിരുന്നു. ആ 2/6നോടൊപ്പം അയാളുടെ ഗെയിൻ ആയിട്ടുള്ള 9/30 ആഡ് ചെയ്യുക. 6ൻ്റെയും 30ൻ്റെയും കൂടെ LCM 30. അവിടെ 30 6ൽ 5 പ്രാവശ്യം, അത് 2 10 പ്ലസ് 9 = 19/30 അപ്പോൾ ബിയുടെ ന്യൂ ഷെയർ. അതുപോലെ സിയുടെ ന്യൂ ഷെയർ കണ്ടുപിടിക്കാം. സിക്ക് നേരത്തെ ഉണ്ടായിരുന്നത് 1/6 അതിൻ്റെ കൂടെ അയാളുടെ ഗെയിൻ ഇപ്പോൾ കണ്ടുപിടിച്ച 40 ആഡ് ചെയ്യുക. അങ്ങനെ 5 + 6 / 30 = 11/30. 11/30 സിയുടെ ന്യൂ ഷെയർ. അപ്പോൾ അത് റേഷ്യോയിലേക്ക് കൊണ്ടുവരിക. ന്യൂ റേഷ്യോ B/C = 19:11. 19:1 പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അവിടെ ഗെയിനിങ് റേഷ്യോ നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, 3:2 സോ ദ ന്യൂ റേഷ്യോ വിൽ ബി 19:11. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ആദ്യം റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ഗെയിൻ കണ്ടുപിടിച്ചു. റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിനെ അവിടെ ഗെയിനിങ് റേഷ്യോ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും ഗെയിൻ ലഭിച്ചു. ആ ഗെയിൻ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റിന് കൂടി ആഡ് ചെയ്തിട്ടാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിച്ചത്. ദെൻ ടേക്ക് അനദർ എക്സാമ്പിൾ. ഹിയർ അനു, ബീന ആൻഡ് സജ്ജിനി ആർ പാർട്ട്നേഴ്സ്. ഹിയർ അനു റിട്ടയേഴ്സ് ഫ്രം ദ ബിസിനസ്. കാൽക്കുലേറ്റ് ദ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഷെയറിംഗ് റേഷ്യോ ഓഫ് കണ്ടിന്യൂ പാർട്ട്നേഴ്സ്. ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് ബീനയും സജ്ജിനിയുമാണ്. അവർ 2:1 റേഷ്യോയിൽ റിട്ടയറിംഗ് പാർട്ട്ണറായിട്ടുള്ള അനുവിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അക്വയർ ചെയ്യാൻ തീരുമാനിക്കുന്നു. അവിടെ ഗെയിനിങ് റേഷ്യോ 2:1 ഇവിടെ നമുക്കറിയാം ഓൾഡ് റേഷ്യോ തന്നിട്ടില്ല. സോ വി ഷുഡ് അസ്യൂം ദാറ്റ് ദേ ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. അനു, ബീന ആൻഡ് സജ്ജിനി വേർ ഈക്വൽ പാർട്ട്നേഴ്സ്. Okay, so the old ratio will be 1:1 and the gaining ratio is 2:1. So here Bina's gain. ബീനയ്ക്ക് ലഭിക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത് 1/3 നേരത്തെ അനുവിന് കിട്ടിക്കൊണ്ടിരുന്നത്. ആ 1/3യുടെ 2/3 ആർക്ക് ലഭിക്കുക? ബീനയുടെ ഗെയിനായിട്ട് ലഭിക്കുക. സോ 2/9 ഈസ് ഗെയിൻ ഓഫ് ബീന. അതുപോലെ സജിനിയുടെ ഗെയിൻ നോക്കുക. 1/3 അവിടെ അനുവിന് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 1/3, കാരണം 2:1 ഗെയിനിങ് റേഷ്യോ. അതുകൊണ്ട് 1/3 ഭാഗമാണ് ആർക്ക് ലഭിക്കുക? സജ്ജിനിക്ക് ലഭിക്കുക. അപ്പോൾ 1/9 സജ്ജിനിയുടെ ഗെയിൻ. ഇനി അവരുടെ ഓൾഡ് ഷെയറിനോട് കൂടി അത് ആഡ് ചെയ്യുക. അപ്പോൾ ബീനയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന 1/3 പ്ലസ് ഇപ്പോൾ ഉള്ള ഗെയിൻ 2/9. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/9. അതുപോലെ തന്നെ സജ്ജിനിയുടെ ന്യൂ ഷെയർ കണ്ടുപിടിക്കുക. സജ്ജിനിക്ക് നേരത്തെ കിട്ടിയിരുന്ന 1/3 തന്നെയാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഗെയിൻ 1/9. ദാറ്റ് വിൽ ഗീവ് 4/9. സോ ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ ബീന ആൻഡ് സജ്ജിനി വിൽ ബി 5:4. അവിടെ 5:4 പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ദെൻ ടേക്ക് അനദർ എക്സാമ്പിൾ. 4ാമത്തെ ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഹരി, സുഗു, ഷിവി ഇവരായിരുന്നു പാർട്ട്നേഴ്സ്. ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 4:3:1. ഇവിടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, 4:3:1. സുഗു റിട്ടയേഴ്സ് ആൻഡ് സറണ്ടേഴ്സ് 2/3 ഓഫ് ഹിസ് ഷെയർ ഇൻ ഫേവർ ഓഫ് ഹരി ആൻഡ് ദ റിമൈനിങ് ഷെയർ ഇൻ ഫേവർ ഓഫ് ഷിവി. അപ്പോൾ ഇവിടെ നോക്കുക, ഗെയിൻ ലഭിക്കുന്നത് സുഗുവിൻ്റെ റിട്ടയർമെൻറ്റ് സമയത്ത് അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ 2/3 ആർക്ക് കൊടുക്കുന്നു? ഹരിക്ക് കൊടുക്കുന്നു. ബാക്കിയുള്ള 1/3 അപ്പോൾ 2/3 ഹരിക്കും ദെൻ 1/3 ഷിവിക്കുമാണ് നൽകുന്നത്. സോ ഹിയർ കാൽക്കുലേറ്റ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ഓൾസോ ഗെയിനിങ് റേഷ്യോ ഓഫ് ദ റിമൈനിങ് പാർട്ട്നേഴ്സ്. അപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം ആദ്യം നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി ഓരോരുത്തരുടെയും ഗെയിൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം.
സോ ഹിയർ സുഗു റിട്ടയേഴ്സ് ഫ്രം ദ ബിസിനസ്. അവിടെ ആദ്യം തന്നെ അതുകൊണ്ട് ഹരിയുടെ ഗെയിൻ നമുക്ക് കണ്ടുപിടിക്കാം. ഹരിയുടെ ഗെയിൻ എന്ന് പറയുന്നത് അയാൾക്ക് സുഹുവിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ 2/3 ആണ് ലഭിക്കുന്നത്. സുഹുവിന് ലഭിച്ചിരുന്നത് 3/8 ആയിരുന്നു. ആ 3/8 ഇൻറ്റു അതിൻ്റെ 2/3 ആണ് ഹരിക്ക് ലഭിക്കുന്നത്. അപ്പോൾ 6/24 ആണ് ഹരിയുടെ ഗെയിൻ. അതുപോലെ തന്നെ ഷിവിയുടെ ഗെയിൻ കണ്ടുപിടിക്കുക. ഷിവിയുടെ ഗെയിൻ എന്ന് പറയുന്നത് 3/8ൻ്റെ 1/3 ആണ്. ഹരിക്ക് 2/3 കൊടുത്തിട്ട് റിമൈനിങ് 1/3 ആണ് സുഗു ഷിവിക്ക് നൽകുന്നത്. അതുകൊണ്ട് ഷിവിയുടെ ഗെയിൻ എന്ന് പറയുന്നത് 3/8 ഇൻറ്റു 1/3 3/24 ആണ്. അപ്പോൾ ഹരിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് ഹരിക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് 4/8 ആണ്. അതിൻ്റെ കൂടെ അയാളുടെ ഗെയിൻ ആയിട്ടുള്ള 6/24 ആഡ് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് 18/24. ദെൻ ഷിവിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് ഷിവിക്ക് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്നത് 1/8 ആണ്. അതിൻ്റെ കൂടെ അയാളുടെ ഗെയിൻ 3/24 ആഡ് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് 6/24. സോ ദ ന്യൂ റേഷ്യോ ബിറ്റ്വീൻ ഹരി ആൻഡ് ഷിവി വിൽ ബി 18/24 ഈസ് ടു 6/24. നമുക്കതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററേയും ഡിനോമിനേറ്ററേയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 3/4 ഈസ് ടു 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3:1. സോ ദ ന്യൂ റേഷ്യോ വിൽ ബി 3:1. ഇവിടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം 2/3 ആണ് സുഗു ഹരിക്ക് നൽകുന്നത്, ഷിവിക്കാവട്ടെ 1/3. അപ്പോൾ 2/3 ഈസ് ടു 1/3 ആയിരിക്കും അവിടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 2/3 ഈസ് ടു 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2:1. അപ്പോൾ അവിടെ ന്യൂ റേഷ്യോ 3:1 ഗെയിനിങ് റേഷ്യോ 2:1. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അവിടെ ABC അവരുടെ ഓൾഡ് റേഷ്യോ 4:3:2 തന്നിരിക്കുന്നു. എ ആണ് ഇവിടെ റിട്ടയർ ചെയ്യുന്നത്. ബിയും സിയും ദേ ഡിസൈഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ഫ്യൂച്ചർ ഇൻ ദ റേഷ്യോ 5:3. ന്യൂ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം അവിടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്. അവിടെ ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോ നമുക്ക് ലഭ്യമാണ്. ഓൾഡ് റേഷ്യോ 4:3:2 ആണ്. ന്യൂ റേഷ്യോ 5:3 ആണ്. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ ബിയുടെ ഗെയിൻ കണ്ടുപിടിക്കുന്നു. ഗെയിൻ ഓഫ് ബിയുടെ പുതിയ റേഷ്യോ 5/8 ആണ് മൈനസ് പഴയ റേഷ്യോ 3/9 ആണ്. അപ്പോൾ 21/72 ആണ് അവിടെ ഗെയിൻ ബിയുടെ. അതുപോലെ സിയുടെ ഗെയിൻ കണ്ടുപിടിക്കാം നമുക്ക്. സിക്ക് ഇപ്പോൾ ലഭിക്കുന്നത് 3/8 ആണ്. അതിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്ന 2/9 മൈനസ് ചെയ്യുക. അപ്പോൾ 11/72. അപ്പോൾ ഗെയിനിങ് റേഷ്യോ A/C സമം 21:11. 21:11 ആണ് അവിടെ ഗെയിനിങ് റേഷ്യോ. അപ്പോൾ ഈ രീതിയിൽ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം എടുത്തുകൊണ്ട് അവിടെ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ കാൽക്കുലേഷനും ഗെയിനിങ് റേഷ്യോയുടെ കാൽക്കുലേഷനും റിട്ടയർമെൻറ്റ് സമയത്ത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഏരിയയാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ ഇല്ലുസ്ട്രേഷൻസ് വർക്കൗട്ട് ചെയ്യുക. മറ്റുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.